ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വാൾ മോഡ് ക്ലോസറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇത് ജാഗറിൻ്റെ ഒരു അല്ലെങ്കിൽ ടൈപ്പ് ക്ലോസറ്റാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിതിൽ ഫ്ലഷ് വാൾവാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്ത കാരണം നമുക്കിതിൽ ബോൾട്ടൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്ത് തന്നെ സെറ്റ് ചെയ്യണം. ഫ്ലഷ് ടാങ്കിൻ്റെ പോലെ ടാങ്കും അതുപോലെ ഫ്രെയിമൊന്നും ഇല്ലാത്ത കാരണം ബോൾട്ട് നമ്മൾ ഡ്രിൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിട്ട് ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ക്ലോസറ്റ് മാറിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ 1.25 പുഷ് ഒരു 4-5 പുഷൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ക്ലോസറ്റ് അളവെടുത്ത് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ടൈപ്പ് ആയ കാരണം വ്യത്യാസം, ചെറിയ നൂല് വ്യത്യാസമൊക്കെ വന്നാൽ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ടൈലുമേ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിങ്ങിനായിട്ട് മുമ്പ് നമ്മൾ ഇതുപോലെ ഗ്രാനൈറ്റിൻ്റെ ഹോളടിക്കണ പറ്റിയിട്ട് ഹോളാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈല് പൊട്ടണ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഡ്രിൽ ചെയ്യാൻ പറ്റും. നേരിട്ട് നമ്മൾ ടൈം ഡ്രിൽ ചെയ്താൽ അന്നത്തെ ടൈലിൻ്റെ പൊട്ടൽ വരും, വിള്ളലൊക്കെ സംഭവിക്കാം. അതുപോലെ ടൈലിൻ്റെ ബാക്കിലെ അതിൻ്റെ സിമെൻറ്റ് അടരാൻ വലിയ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ കട്ടറിട്ട് ഹോളാക്കിയതിന് ശേഷം ഡ്രിൽ ചെയ്ത് പോട്ട് പിടിപ്പിക്കുക. കറക്റ്റ് നമ്മൾ അളവ് മാറ്റം വരാണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത് വിക്കിങ് എന്ന കമ്പനിയുടെ SS-ൻ്റെ ബോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ക്ലോസറ്റിൻ്റെ ഒപ്പം വരണതാണ് ഈ അല്ലെങ്കിൽ സെറ്റ്. ബോൾട്ട് ക്ലോസറ്റൊപ്പം വരില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ ഈ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ പറ്റും.